ഹായ് നന്ദസുവാക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഇതൊക്കെ പറയുന്നത്. പറയാൻ തന്നെ മറന്നുപോയി. കൊറേ നാളായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട്. പക്ഷെ എന്റെ ഫേസ് എന്തോ മാതിരി വേറെ ആളെന്തോ ഫേസ് മാറുന്നുണ്ട്. ഫേസിന് എന്തോ മാറ്റമുള്ള പോലെ ഭയങ്കര മാറ്റം. ഞാൻ വീഡിയോയിലൊക്കെ കൊറേ നാളായി ഫേസ് നോക്കിയിട്ട് അപ്പൊ അതിന്റേതായ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറേ ദിവസമായിട്ട് ക്ഷീണായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നന്നായി വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. പക്ഷെ ക്ഷീണം ഇങ്ങനെ പറ്റാത്തോണ്ട് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ട്. ഇപ്പൊ നമ്മള് ഏകദേശം 3 മന്തിന്റെ ഏകദേശം 2-3 വീക്കൊക്കെ കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നു കുറച്ച് ഫുഡിനോടും ഒക്കെ കുറച്ച് ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങി. ആ ഫുഡിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങി. ആദ്യം ഫുഡ് കാണുമ്പോഴേക്കും പറയുമ്പോഴേക്കും ഛർദ്ദിച്ച് ഞാനിപ്പോ കുറച്ച് ഫുഡിനോട് ഇഷ്ടം തോന്നിട്ട് അമ്മോട് പോരെന്ന് പറഞ്ഞു തുടങ്ങി. ഉണ്ടാക്കണം ഇപ്പൊ നിലവിൽ ഏട്ടനോട് ഒരു സാധനങ്ങൾ വാങ്ങിത്തരാനൊക്കെ പറയും. അറിയില്ല എന്റെ കാര്യമാണ്. ചിലപ്പോ ഞാൻ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങനെ വാങ്ങിക്കൊടുത്തിട്ട് അത് ഞാൻ കഴിക്കില്ല. ഇപ്പൊ കുളിക്കാരനോട് പറയുന്നത് ചേട്ടനൊക്കെ ലാസ്റ്റ് പ്രസവം കഴിഞ്ഞ കുഞ്ഞേക്ക് കാശ് എടുത്ത് വീട്ടിലേക്ക് വാങ്ങിക്കോന്ന് പറയുന്നത് വെച്ചാൽ കഴിക്കാൻ പറ്റാറില്ല. ഫുഡേ ഇല്ല. അപ്പൊ എനിക്ക് നല്ല ക്ഷീണം. തടിക്കുറവില്ല. ഇപ്പൊ കുറഞ്ഞിട്ടില്ല പക്ഷെ കൂടിയിട്ടില്ല കേട്ടാ. എനിക്ക് അവിടെ എടുത്ത വീണതാ സൈഡ് നോക്കിട്ട്. അപ്പൊ തടി കുറവില്ല, തടി വെച്ചിട്ടുമില്ല. ഫുഡ് അങ്ങനെ കഴിക്കല് കുറവാണ്. ഛർദിയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നുണ്ട് ഫുള്ള് ഛർദിച്ചു. ഞാൻ ഛർദിച്ചു ഛർദിക്കുമ്പോ ഞാൻ എത്ര കഴിച്ചിട്ടുണ്ടായിട്ട് ഡബിളായിട്ട് പോവാ. പിന്നെ മരുന്ന് എപ്പോഴും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഫുഡിന് ഛർദിയുടെ മരുന്ന് എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് പോലായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഭയങ്കര വയ്യായിരുന്നു അല്ലേ? 2 ദിവസം മുന്നേ ഭയങ്കര വയ്യായിരുന്നു. വിചാരിക്കും വീഡിയോ എടുക്കണം. അപ്പൊ ഇന്നലെ പറഞ്ഞ തക്കാളി ചോറ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് തക്കാളി ചോറായി. അപ്പൊ ഞാൻ കൊറേ നാളായിട്ട് തക്കാളി ചോറ് കഴിച്ചിട്ട്. ഇനി ഒന്ന് കല്യാണം കഴിഞ്ഞ തക്കാളി ചോറ് കഴിച്ചിട്ടില്ല. ഇന്നലെ അമ്മയുടെ പഴയ ഷോർട്സ് കണ്ടപ്പോ തക്കാളി ചോറ് കഴിക്കാൻ തോന്നിട്ടാ. അപ്പൊ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്കുമ്പോ കുറച്ച് നേരം വൈകി. വേറെ ഒന്നല്ല, എന്നെ എഴുതിക്കുന്ന ആളെ ഏട്ടനാണ്. ഏട്ടൻ ഇന്നലെ അലർജിയുടെ മരുന്ന് കഴിച്ചിട്ട് കിടന്നു തുടങ്ങി. അത് അലർജി മരുന്ന് കഴിക്കുമ്പോ നല്ല വൈകി രാത്രി കുറച്ച് വൈകിട്ട് കഴിച്ചു. അപ്പൊ ഏട്ടൻ നല്ല ഉറപ്പുറങ്ങി. പിന്നെ ഞാൻ കുറെ നേരം കഴിഞ്ഞ് പിന്നെ ഏട്ടൻ ഇരിക്കത്ത് കഴിച്ചിട്ട് ഏട്ടൻ എനിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് കഴിച്ചത്. അപ്പൊ കുറച്ചാണ് സമയം വൈകുണ്ടായി. പിന്നെ ഉണ്ണികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ, ശനി നേരമല്ല. അപ്പൊ അതുകൊണ്ട് രാവിലത്തെ ബഹളവും കാര്യങ്ങളും പമ്മൊന്നും തന്നെ എനിപ്പിക്കാറില്ല. എന്താ വെച്ചാൽ ഡോറടയ്ക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഉണ്ടിയാറുണ്ട്. അങ്ങനെയാണ്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. മഴ അങ്ങനെ മഴ പെയ്യുന്നത് ഇഷ്ടമുണ്ടായില്ല കല്യാണത്തിന് മുന്നേ. പക്ഷെ ഇപ്പൊ എന്താ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് നല്ല മഴയൊക്കെ ഇഷ്ടം കിട്ടുന്നത്. അല്ല വീട്ടിൽ പുറത്തിറങ്ങുന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് തീരെ പുറത്തിറങ്ങാൻ ഇഷ്ടമില്ല. കുറേ നാളേഷം ഇന്നലെ പുറത്തിറങ്ങി. ഇന്ന് മിണ്ടാണ്ടിരിക്കണേ. കൊറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തതിന്റെ ആ ഒരു പാക്കൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ എപ്പോ ക്യാമറ ഓണക്കിയത് ഞാൻ ആ പഴയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടാണ്ടാണ്. ഞാൻ മിക്ക ദിവസവും സാധാരണ കുളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നാണ് ലിപ്സ്റ്റിക് ഇട്ടതും പൊട്ട് കത്തിയത് കുങ്കുമൊക്കെ ഇട്ടത്. കുളിച്ച ആ രൂപത്തിലാണ് എടുക്കുക. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും തോന്നാറില്ല. ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരുങ്ങിയിരുന്നതാ. ഇന്നലെ എടുക്കാനും പറ്റില്ല. പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. വീഡിയോസ് എടുക്കലോ ഒന്നും നടക്കണമൊന്നുമില്ല. ഏട്ടൻ പിന്നെ ഷൂട്ടിനൊക്കെ ഇവിടുന്നാണ് പോണത്. ഏട്ടനും ബുദ്ധിമുട്ടാണ് ഷൂട്ടിന് ഇവിടുന്ന് പോവാൻ. പക്ഷെ ഇപ്പത്തെ ഹെൽത്ത് നോക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്നതാണ് കേട്ടാ. പക്ഷെ ഛർദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. കിടപ്പും തലക്കറപ്പും ഒക്കെ കൂടിയാകുമ്പോ ആൾക്കാര് വേണ്ടേ. ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം പോയതാണ് വീട്ടില്. പിന്നെ എനിക്ക് ഉറപ്പാണ് അപ്പുറം നിൽക്കാൻ പറ്റില്ല എന്നാണ് പിന്നെ തിരിച്ചു ഗുരുവായൂരെത്തി. പിന്നെ ഗുരുവായൂർ വരെ എത്തി. അപ്പൊ ഏട്ടന് 2 ദിവസം മാർക്കുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ വേണ്ടെങ്കിൽ എന്നെ പോരാ പറഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ പോകുന്നു. ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്റെ കാര്യമാണ് നമ്മളിങ്ങനെ ഓക്കെ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് തന്നെ ടയേർഡാക്കി. അപ്പൊ പിന്നെ നമ്മുടെ വേറെ വിശേഷവും കുറെ കാര്യങ്ങൾ പറയാണ്ട്. ഹോസ്പിറ്റലിൽ പോയതൊക്കെ അപ്പത്തിന് വിളിച്ച് വൃത്തിയിൽ വന്നിരുന്ന് പറയാന്ന് വെച്ചിട്ടാണ്. ഈ ഫുഡ് കഴിക്കണം, രാവിലത്തെ പരിപാടികളൊക്കെ കഴിക്കണം. അമ്മ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കഴിക്കണം. പിന്നെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങാം. ഇനി ബാക്കി വിശേഷമാണ് കേട്ടോ.
ഇതെന്താണത്? സക്കു നോക്കട്ടെ കുളിക്കന് എന്താ ഞായറാഴ്ച കൊണ്ടായിരിക്കല്ലേ? ശനിയാഴ്ച. ശനിയാഴ്ച ഇന്നലെ പിള്ളേരുടെ സ്കൂളിൽ പോയി വന്നില്ലേ? ചേട്ടാ അവിടെ നിങ്ങളെ തല്ലി കൊല്ല് പഠിക്കാൻ പോവാളൊക്കെ കുറച്ച് കണ്ട് ഇതാണ്ടാ വീഡിയോ കാണിച്ചല്ലേ? ഞങ്ങള് ഇരുത്തേതിരിക്കണം. എന്താ വെച്ചാൽ സ്കൂള് തുറന്നിട്ടല്ലോ, അപ്പൊ അതിന്റേതായ കുറച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിട്ട്. പക്ഷെ അവരുടെ സ്കൂളാണ് കുഴപ്പമില്ല, അതിന് മെല്ലെ മെല്ലെ പഠിപ്പിക്കണുള്ളു അല്ലേ? പക്ഷെ നല്ല സുഖ. ഞാൻ പോയി കണ്ടിട്ടില്ല, വീഡിയോ കണ്ടതാ. വരുന്ന ഒരാളല്ലോ ഗൈസ് പറഞ്ഞിട്ട് ഓ ബാഗ് അടിച്ചാലുള്ള ഷോ ബാഗ് എന്റെ കുണിക്കൊരു ബാഗ് ആട്ടാ. ഇതാരാന്നറിയോ? ചക്കമ്മ. ചക്കമ്മയുടെ ഫോട്ടോക്കുള്ള ബാഗ്. പഠിക്കാൻ പോവാ. അപ്പൊ ഇങ്ങനെ നോക്കി അടുത്ത വീഡിയോയില് പഠിക്കണതായിരിക്കും ഞാൻ എടുത്തു വെക്കാട്ടാ. ബുക്ക് എടുത്തേക്ക് സമ്മതിക്കലുണ്ട്. പഠിക്കണത് പഠിക്കാം. എന്തോ ഇപ്പൊ സ്വന്തമായിട്ട് ചിന്തിച്ച് എന്ത് പഠിക്കുന്നു പഠിക്കാം നമുക്ക് ഞാൻ ചിന്ത ഒന്നുമില്ല. അവൻ പഠിപ്പൊന്നും കാര്യങ്ങളായിട്ട് അല്ല, അവന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ട്യൂഷൻ ഉണ്ട് ഇവർക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിക്കാത്തത്. ബാക്കി ബുക്കൊക്കെ മേമരെടുത്ത ട്യൂഷനുകളാണ് ഞങ്ങൾ നിർബന്ധിക്കാത്തത്, അല്ലെങ്കിൽ ഞങ്ങള് നിർബന്ധിച്ചാണ്. ബാഗൊക്കെ എടുത്തിട്ട് ചക്കമ്മ പഠിക്കാൻ പോവാ. പഠിക്കണല്ലേ? പഠിക്കാൻ വേറൊന്നും തുടങ്ങിയിട്ടില്ല. അക്ഷരമാല പിന്നെ 1 2 3 100 വരെ. ഇത് ഞാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഇരുത്തി എഴുതിട്ട് ചേർത്തനൊക്കെ. ഇതല്ല, അതാണ് സ്കൂളിൽ എഴുതാൻ ഇതിന്റെ ബാക്കി എഴുതാണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ, നല്ല ഭംഗിയില് വൃത്തിയിൽ എഴുതിട്ട് നോക്കി ഇതേപോലെ എഴുതണം. ചേട്ടന്റെ പോലെ പയ്യെ ഇരുന്നിട്ട് എനിക്ക് സ്പീഡിൽ ഇരുന്നിട്ട് പയ്യെ എഴുതുന്നിട്ടേ. രാവിലെ ഫുഡ് കഴിക്കരുന്ന കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന വെള്ളയപ്പം ഗ്രീൻ പീസ് കറി. തലേദിവസം വെള്ളയപ്പം ഗ്രീൻ പീസ് കറി തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അമ്മ പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഫുഡ് കഴിക്കണേൻ്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഞാനാണ് വിളമ്പി കൊടുക്കണേന്ന് തോന്നുന്നു. ഞാൻ ആദ്യം എൻ്റെ ഇതിലേക്ക് വിളമ്പി വെച്ചു, പിന്നെ ഞാൻ ഏട്ടന് വിളമ്പിയൊക്കെ കൊടുത്ത്. ഞാൻ വേറെ എന്തൊക്കെയോ സംസാരത്തിലാണ് കേട്ടോ അവിടെ ഞങ്ങൾ. അങ്ങനെ പിന്നെ എല്ലാവരും കഴിക്കാനിരിക്കാനും, പിന്നെ അച്ഛനമ്മ ഇതാ പുറത്ത് പോയി. അമ്മയുടെ റെസിപ്പി യൂട്യൂബിൽ ഭയങ്കര വൈറലായിരുന്നു. അതേപോലെ നമുക്ക് ഞാൻ ആദ്യം കഴിക്കാൻ അല്ല, എനിക്ക് പിന്നെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത സ്വഭാവമായോണ്ട് പുളിയായിരിക്കും അല്ലേ? പഴനിക്കുണ്ടാക്കിണ്ടോ? അപ്പൊ ഇത് ഇതാവൂലടാ, ഊറൂലേ? ബിരിയാണി പോലെ തന്നെ രാത്രി വരെ. അല്ല, പുളിയുള്ളതുകൊണ്ട് ശരി ചൂടാറുമ്പോഴാ ടേസ്റ്റ്. റൈസ് ചൂടാറിയപ്പോ ചൂട് പാടില്ല. റൈസ് ചൂട് പാടില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണോ? തമിഴ്നാടാണ്. മല്ലിയില, തക്കാളി. ശരിയാ. ഇഷ്ടപ്പെടില്ല. മാമ ഉണ്ടാക്കുന്ന റെസിപ്പിയാ. മാമ തമിഴ്നാട്ടിൽ കഴിച്ചോക്കാം.
അങ്ങനെ കുറേ നാൾക്ക് ശേഷം അമ്മ തക്കാളി ചോറ് ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലായിരുന്നു തക്കാളി ചോറ്. അപ്പം എൻ്റെ കോലം കണ്ടിട്ടൊന്നും നോക്കണ്ട, ഞാൻ ഓക്കെ എടുക്കണത്തുനിന്ന് എണിച്ച് വന്നതിൻ്റെ കോലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനെ സലാഡും പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മെയിൻ ഒരു ഐറ്റമാണ് മുട്ട പുഴുങ്ങിയതും നാരങ്ങച്ചാറും സലാഡൊക്കെ കൂട്ടി കഴിക്കാനൊരു ടേസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ തക്കാളി ചോറ് കഴിച്ച് നോക്കുന്നതായിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. മഴയാണോ? മഴയല്ല, ഇവിടെ പൈപ്പ് വീടുണ്ട്, അതിന്റെ വെള്ളമാണ്. കുളിക്കെവിടെ? കുണുക്കെന്തോട്ട് കഴിക്കണേ? നഗേറ്റ്സ്. ആരുണ്ടാക്കി തന്ന്? കുഞ്ഞൻ നന്ദന. ടേസ്റ്റ് ഉണ്ടോ? സെറ്റായ? സെറ്റായി. നല്ല മഴയുണ്ട് പുറത്ത്. അപ്പൊ നല്ല ചൂട് ചായ കുടിക്കില്ല തണവത്ത്. പുറത്ത് കുടിച്ചാലോ? അല്ലാണ്ടാക്കി ചൂട് കുറച്ച് നല്ല ചൂടൊന്നല്ല, ചൂടല്ല, നല്ല ചൂട് കാലും കാലും. എന്റെ ഭർത്താവിനെ എന്റെ അടുത്ത് ഇരുത്താത്തവനാണ് ഇവൻ അല്ലേ? എന്റെ ഭർത്താവിന് ഒരു 10 മിനിറ്റ് എന്റെ അടുത്ത് തരും. എനിക്ക് 10 തന്നെയല്ലേ പറ്റില്ല. കണ്ട അവന് എന്തിനാണ് ഇങ്ങനെ അവന്റെ പൊട്ട ഗെയിം കളികൾ കാണാൻ വേണ്ടിട്ട് എന്റെ ഭർത്താവിനുണ്ട്. ഇവര് രണ്ടാളും ഞങ്ങൾക്ക് ടി വി കാണുന്നില്ല അല്ലേ ചക്കമ്മ? രാവിലെ തൊട്ട് രാത്രി. അയ്യോ ഇവന്റെ ഏറ്റവും വലിയ ഓവിയോട്ടുണ്ട് ചുണ്ടുപിടിക്കലോടന്ന്. ചേട്ടൻ ഇപ്പൊ വിട, ഞാൻ വീഡിയോ എടുക്കട്ടെ. കുണുക്കന്റെ അച്ഛനമ്മയുടെ ടോയ് മേടിക്കാൻ പോയി. ടോയ് വാങ്ങാനല്ല, അച്ഛനമ്മ കടയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ആ ടോയ് വാങ്ങുന്നുണ്ട്. വരുമ്പോ ടോയ് വാങ്ങി കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ട്യൂഷനുള്ള കാരണമായിട്ട് വരണം കൊണ്ടുപോയി, അല്ലെങ്കിൽ വരണം കൊണ്ടുപോയത് അല്ലേ? അപ്പേക്ക് കുറച്ചേരം കഴിഞ്ഞപ്പോ ഛർദിക്കാൻ വന്നു. ചായ കുടിച്ചിട്ട് ഞാൻ വന്ന് കിടന്നു. അപ്പേക്ക് കുറെ നേരം കഴിഞ്ഞപ്പോ എന്റെ കെട്ടിയവനാണെന്ന്. അപ്പൊ ഞാൻ ഏട്ടൻ വിളിച്ചെടുത്ത് എടുത്തു. അപ്പൊ ബാക്കില് പേടി കഴിയ 2 എണ്ണം പേടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു അല്ലേ? പിന്നെ നിനക്ക് പേടിയില്ലല്ലോ. അവള് അടിക്കല്ലാണ്ട് പോലെ ഇരിക്കില്ല. തല്ലുപിടിക്കല്ലേ? അവിടെ ഭയങ്കര അടിയാണ്. അതാണ് ഞാൻ ട്യൂഷനാ? പട്ടിണ്ട്, നടക്കാൻ വയ്യ. അമ്മേ കടിക്കൂടാ. ക്ലാസ്സിൽ കൂടെ ഒന്നാക്കാൻ പോവാട്ടാ. ഏത് ട്യൂഷൻ? പാപ്പന്റെ അവിടെ ട്യൂഷൻ ആണോ? അപ്പൊ ഞാൻ കൊണ്ടുവന്നായി കൊടുത്തിട്ട് വരാം. ഓക്കെ. ഇപ്പൊ ചെറിയ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴയൊക്കെ നല്ലോണം കുറഞ്ഞ് ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായി. മടിയൊന്നും ഇല്ലട്ടാ. എനിക്ക് പണ്ടൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ട്യൂഷൻ വരാൻ മടിയായിരുന്നു. ചില മടിയൊന്നും ഇല്ല. മടിയുണ്ടാ പോവാൻ? കുറച്ച് മടിയുണ്ട്. അവന് മടിയില്ലാന്നോ? വീഡിയോകളൊക്കെ നല്ല രസമൊക്കെ. ചെമ്പരത്തിക്ക് നോക്കി നല്ല ഭംഗിയല്ലേ? ഇവിടെ വേറൊരു സംഭവം ഉണ്ടായില്ലേ കുനിക്ക? ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ചോരച്ചെടി. ചോരച്ചെടി കാണിച്ചു കൊടുത്തേ.
കണ്ടാ ചടക്കളഞ്ഞോ എന്താ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. ഇതിന്റെ പേരെന്താന്ന് അറിയില്ല. കൈമുറിന്നൊക്കെ പറഞ്ഞിട്ട് ചോര വരുന്ന കൈമുറിന്ന് പറഞ്ഞ് പറ്റിക്കാം. ആ ചെടിയുടെ പേരെന്താ? അതിന്റെ പേരെന്താന്ന് അറിയില്ല കേട്ടാ. ഇങ്ങനെ ചോരച്ചെടി റെഡ് മണി പോലെ അല്ലേ? അതെ. ബാബു നമുക്ക് മഴത്തുള്ളിടക്ക് ഇങ്ങനെ കിടക്കണ നോക്കിയേ. അയ്യോ അടിപൊളിയല്ലേ? നൊസ്റ്റു ഉറുമ്പ് ഉറുമ്പിനെയാണ് കട്ടുറുമ്പ് കട്ടുറുമ്പ്. വാ ചൂസണല്ലോ. അങ്ങനെ ഉച്ചത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ വെറുതെ കിടക്കാനാണ്. അപ്പോൾ ഏട്ടൻ അവിടെ മടക്കി വെച്ച ഡ്രസ്സൊക്കെ പെട്ടിയിലേക്ക് ആക്കി വെക്കുകയാണ്. ഞാൻ പിന്നെ അതിനൊക്കെ എടുക്കുകയാണ്. എന്താണ് ഏട്ടാ ചെയ്യണേന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ക്ഷീണം വരും കേട്ടോ. അപ്പോൾ എനിക്ക് തണുക്കുന്നുണ്ട് ഏട്ടാ, ഒന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കുമോ എന്ന് പറഞ്ഞിട്ട് ഏട്ടന് വന്ന് കിടന്നു. അപ്പം ഞാൻ എന്തോ കാര്യമായിട്ട് ഫോണിൽ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇരുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുണുക്കനും കുണിക്ക് അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കിടക്കുകയുണ്ട്, അവരവിടെ നിന്ന് ടി വി കാണാൻ. അവർക്ക് കിടക്കാനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വയ്യാത്ത കാരണം കുറച്ച് നേരം കിടന്നു. പിന്നെ എണിച്ച് പോയി കുളിക്കും കേട്ടോ. അന്നാണ് ഈ നേരം വൈകി കുളിക്കാൻ. ഇങ്ങനെ വയ്യാത്ത കാരണം ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ കിടപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കിടക്കുമ്പോഴേക്കും ചക്കമ്മ വന്നിട്ടാണ് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പം അങ്ങനെ ഇന്നലത്തെ വീഡിയോ ഒരു ഡെൻമ ലൈഫ് ഫുള്ളാക്കാനുള്ളൊരു ആരോഗ്യം ഇന്നലെ ഉണ്ടായില്ല. എവിടെ വരെ എടുത്തു? ചായ കുടിക്കുന്ന വരെ അല്ലേ? കിടന്നുറങ്ങുന്നതല്ല, ചായ കുടിച്ചിട്ട് നമ്മൾ വെറുതെ റൂമിൽ എടുക്കണ വരെ എടുത്തിട്ടുള്ളൂ കേട്ടാ. പിന്നെ രാത്രി ഫുഡ് കഴിക്കണതോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ക്ഷീണവും വയ്യായും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഛർദ്ദിക്കാൻ വരില്ലായിരുന്നു മെയിൻ കാര്യം. ഛർദ്ദിക്കാൻ വരുമ്പോൾ എനിക്കിങ്ങനെ പിന്നീട് വീഡിയോയിലേക്ക് നോക്കാനോ കാര്യങ്ങൾക്കൊന്നും ഛർദ്ദിക്കാൻ വരില്ല. 2-3 വട്ടമൊക്കെ ഛർദ്ദിച്ച് പോയി. അപ്പോഴേക്കും നമ്മൾ ക്ഷീണമായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അത്രയും പറ്റാണ്ടായപ്പോൾ ഛർദ്ദിയുടെ മരുന്നെടുത്ത് കഴിച്ചിട്ട് കിടന്നു. അതാണ് ഇന്നലെ ഉണ്ടായത്. പിന്നാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ലാത്ത ദിവസമായിരുന്നു. രാവിലെ എണീച്ചപ്പോട്ട് എണീച്ച് ഫുഡ് കഴിച്ചപ്പോൾ കുഴപ്പമുണ്ടായില്ല. പിന്നെ പെട്ടെന്നൊരു തലകറക്കം വന്നു, കിടന്നു. പിന്നെ അങ്ങനെ കിടപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ പോയി കുളിച്ച് എന്നിട്ടാണ് ഒരു വീഡിയോ എടുക്കണം. കുറേ നാളെ വീഡിയോ എടുത്തിട്ട് എന്ന് വെച്ചിട്ടുള്ളൊരു ഇതിലെടുത്തതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റയിലായാലും മെസ്സേജ് അയക്കും എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായി. 2ാമത്തെ സ്കാനിങ് നമ്മൾ അന്ന് വീഡിയോ എടുത്തില്ല. ഞാൻ എല്ലാം കണ്ടിന്യൂസിൽ സ്കാനിങ്ങിനും ഡോക്ടറെ കാണിക്കാൻ പോണതൊക്കെ വീഡിയോ എടുക്കാം. അതൊക്കെ കാണുമ്പോൾ നല്ല നല്ല മൊമെന്റ്സ് അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിനുള്ള ഇതൊന്നും ഉണ്ടായില്ല. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ മൂഡൊന്നും ആയിരുന്നില്ല. തീരെ ഇഞ്ചക്ഷൻ വേണ്ടി പോയതാണ്. വീക്കിലി ഒരു 1 ടൈം ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് അതെന്താ വെച്ചാൽ വേറെ ഒന്നല്ല, സ്കാനിങ് ഇഞ്ചക്ഷൻ എടുക്കണേക്കാട്ടും 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇഞ്ചക്ഷന് പോയപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അവിടെ വരെ എത്തിയതല്ലേ ഡോക്ടറെ, അപ്പോൾ എനിക്കൊന്ന് സ്കാൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അന്ന് തന്നെ ഡോക്ടർ എല്ലാം ചെയ്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പുറത്തൊന്നും ഇറങ്ങാറില്ല, ഇപ്പോൾ തീരെ പുറത്തിറങ്ങാറില്ല. ഞാൻ ആകെ പോകുന്നത് ഇപ്പോൾ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി സൈമറിൽ പോവും, പിന്നെ തിരിച്ചു വരും. അത് മാത്രമാണ് ഇപ്പോൾ പുറത്ത് പോക്കുള്ളൂ. പിന്നെ വേറെ പുറത്ത് പോക്കോ കാര്യങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോലും ഇരുന്നിട്ട് കുറേ കാലങ്ങളായിട്ട്. പേട്ട ഇടയ്ക്ക് പറയും കുഞ്ഞൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാലും ഏച്ച് വണ്ടിയിലിരിക്കാനുള്ള ആരോഗ്യമില്ല, ഛർദ്ദിക്കാൻ വരില്ലേ. എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്നാണ് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരലും പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കില്ല. അപ്പം നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു മടിയാണ്. പെട്ടെന്ന് ഇപ്പോൾ വാഷ്റൂമിക്കൊന്നും എത്താനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു, നല്ല കുഞ്ഞ് സൗണ്ട് കേട്ടു. പക്ഷേ ഏട്ടന് കേൾപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മ എന്നോട് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ചോദിച്ചു നീ എന്താ അച്ഛനെ വിളിക്കാമെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു വിളിച്ചാൽ പിന്നെ പറഞ്ഞവർ വിളിക്കുമോന്നോ ഒന്നും അറിയാത്തതാണ്. എനിക്ക് പിന്നെ ടെൻഷനായിരുന്നു ആ സ്കാനിങ്ങിന് പോണ സമയത്ത്. നമുക്ക് എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോൾ ഒരു ടെൻഷൻ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ വിളിച്ചില്ല. ഞാനത് കേട്ടു ഹാപ്പി ആയിരുന്നു. ഏട്ടനെ വിളിക്കാൻ മറന്നു. ഇനി പറ്റുകയാണെങ്കിൽ ഏട്ടനെ വിളിക്കാം അല്ലേ. അടുത്ത സ്കാനിങ് 19-ാം തീയതി ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ വിളിക്കണ്ട. പിന്നെ അതും അതല്ല, ഉണ്ണീനെ കയ്യും കാലൊക്കെ ഇട്ട് അനക്കണതും ഒരു ചെറിയ രീതിയിൽ ഡാൻസ് കളിക്കണ പോലെ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ണി ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്, ഡാൻസറാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം സ്കാനിങ്ങിൽ കണ്ടേക്കാട്ടും
ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഈ വയസ്സ് സ്കാനിങ്ങിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ആൾ വലുതായി. കൈയും കാലൊക്കെ ഒന്ന് നനക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അടുത്ത സ്കാനിങ്ങിന് പോകുമ്പോൾ എനിക്ക് അതിനും സന്തോഷമാണ്. കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്നല്ല മാറ്റങ്ങൾ വരും. അപ്പോൾ അത് കാണാൻ വേണ്ടി ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് ഏട്ടനെ ഓരോന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് കയ്യിൻ്റെ വശം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ കാണുന്ന ഒരു രസം കിട്ടിയില്ല. ഈ വശം പറ്റുമെന്ന് അറിയില്ല. ഈ വശം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വേറെ സ്ഥലത്താണ്. നമ്മൾ ഇത്ര നാൾ നമ്മുടെ ഡോക്ടർ തന്നെ സ്കാൻ ചെയ്തതന്നെ. ഇത് വേറെ സ്ഥലത്താണ് സ്കാനിങ്. അപ്പം ഇനി വിളിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ പിന്നെ പണ്ടൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പേടി കൂടുതലാണ്. ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കാൻ വിളിക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനുള്ളതാണ്. പിന്നെ ആ സൈമറിൻ്റെ വഴി എത്തുമ്പോഴേക്കും ഞാൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. സ്കാനിങ്ങിനായാലും ഇഞ്ചക്ഷന് പോവുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ ഇറങ്ങുക. ആ വേറെ ഒന്നുമില്ല, ഇഞ്ചക്ഷൻ ഭയങ്കര വേദനയാണ്. ബാക്കിലടിക്കുക. അത് കുത്തുമ്പോൾ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് ചോദിക്കും വേദന ഉണ്ടല്ലോ, ഒരു ഓയിലി ടൈപ്പാണ്, അതുകൊണ്ട് വേദന ഉണ്ടാവട്ടാന്ന് പറയും. അവർ തടവി തരും. എന്നാലും നമുക്ക് 2-3 ദിവസത്തേക്ക് കിടക്കുമ്പോൾ ഈ മറ്റേ ദിലീപ് ഏത് സിനിമയിൽ വണ്ടി ഓടിക്കും പിന്നെ സൗണ്ട് ഉണ്ടാക്കില്ല അമ്മ അച്ഛ, അതേപോലെ ഞാൻ കിടക്കുമ്പോൾ അമ്മ അച്ഛ ഓളിട്ടിട്ട് കിടപ്പും കാര്യങ്ങളൊക്കെ. അതിൻ്റെ വേദന മാറി 2 ദിവസം ഒഴിഞ്ഞിരിക്കുമ്പോഴേക്കും അടുത്ത് കുത്താറാവും. അപ്പോൾ ഈ സ്കാനിങ് വരെയാണ് നമ്മളോട് പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്കാനിങ്ങൊക്കെ മറ്റേ 2ാമത്തെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് 10-15 ദിവസമായി. അതിനുശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അല്ല വീഡിയോ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമുക്കതിനുള്ളൊരു ഇത് എന്താ പറയാ, മൂഡ് ഇത് വരണ്ടേ. നമ്മൾ ഉഷാറാണ്, വീഡിയോ എടുക്കണം, ക്യാമറ എടുക്കണം. പിന്നെ ഒരു മാനസികാവസ്ഥ വലിയ സുഖമുള്ളതായിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോഴും ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറുണ്ട്. ഇനി കണ്ടിന്യൂസ് എടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇന്നലെ ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല ആരോഗ്യമായി 2 ദിവസമായിട്ട് നടന്നു. അപ്പോഴേക്കും ആരോഗ്യം പോയി. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പല ഗർഭിണികൾക്കും പല പോലെ ആട്ടെ. എന്താ വെച്ചപ്പോൾ പൊന്നേച്ചി ആദ്യം പ്രഗ്നൻ്റ് ആയി കണ്ടപ്പോൾ പൊന്നേച്ചി ഛർദ്ദിച്ചിട്ടേ ഇല്ല. ഞാനതൊക്കെ കണ്ടിട്ട് പക്ഷെ അമ്മേനെ കുണിക്കയിൽ അമ്മ രാത്രി ഛർദ്ദിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, എപ്പോഴും ഛർദ്ദിയാണ്. ഇങ്ങനെ ഓക്കാനിച്ച് നടക്കലും ഛർദ്ദിച്ച് പോകും. ഞാൻ കിടക്കണോടത്ത് ഞാൻ ഒരു പാത്രം കൊണ്ട് വെച്ചിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ അത്രയും വയ്യ. ഛർദ്ദി എന്ന് വെച്ചാൽ ഭയങ്കര ഛർദ്ദിയാണ്. ഞാൻ ചില നേരത്ത് ചിന്തിക്കും ഞാൻ എത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടോയെന്ന്. കഴിച്ചിട്ട് ഡബിളായിട്ട് ഛർദ്ദിച്ചതാണ്. അപ്പോൾ ഛർദ്ദിച്ച് പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. പക്ഷേ ഉണ്ണിക്കുള്ള ഹെൽത്തിനുള്ള ഫുഡ് വയറ്റിലേക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. എന്താ വെച്ചാൽ ഞാൻ നമുക്ക് അധികം ഫുഡ് കഴിക്കാത്ത ആളാണ്. അതിനനുസരിച്ച് ഛർദ്ദിച്ച് പോകുമ്പോൾ എനിക്ക് പേടിയാട്ടാണ്. അപ്പം എല്ലാവരും പറയുന്നത് 3 മാസം കഴിഞ്ഞാൽ മാറും. പക്ഷെ 3 മാസം കഴിയാറായിട്ട് മാറും കാണാനില്ല. എന്നാ വയറും വരുന്നില്ല, ഛർദി മാറില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കമന്റ് തുടങ്ങും ശരിക്കും പറഞ്ഞല്ലേ പ്രഗ്നന്റ് ആവുള്ളൂ. എന്താ വെച്ചാൽ വയറില്ലാത്തോണ്ടാണ് തോന്നുന്നത്. ഞാൻ തടിയില്ലാത്തോണ്ടാന്ന് തോന്നുന്നു. തീരെ വയറങ്ങനെ വരുന്നില്ല. എന്റെ അടുത്ത് വന്നിട്ട് പറയും കുഞ്ഞേച്ചിങ്ങാട്ട് വയറ് എനിക്കുണ്ട് കേട്ടോ കുഞ്ഞേച്ചി എന്ന് പറയും. എനിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞ് വയറൊക്കെ ആയിട്ട് കാണാം. പക്ഷെ എന്താണ് വരുന്നില്ല, ഫുഡിനും കുറവാണ്. പിന്നെ അമ്മ പറഞ്ഞു കേട്ടപ്പോൾ നീ തടിയില്ലാത്തതുകൊണ്ടായിരിക്കും. അമ്മയ്ക്ക് ഇപ്പോൾ പൊന്നേച്ചി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു വയറ് വന്നത് കേട്ടാ. അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വേറൊരു രീതിയായിരുന്നു. അമ്മയ്ക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഛർദിയൊക്കെ കുറവായിരുന്നു. എനിക്ക് വേറൊരു രീതിയാണ്. ആകെ ഒന്നിനും ഞാനിപ്പോൾ എന്തൊക്കെ വിചാരിച്ചിരുന്ന ഇൻസ്റ്റയിൽ കുഞ്ഞ് റീലെടുക്കണം, ഷോർട്സ് ഇടണം ഒക്കെ ഇതിന് ആലോചിച്ചിരിക്കുക എന്നല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. അത് ചിലപ്പോൾ മാറായിരിക്കും. പക്ഷെ എനിക്ക് പേടിയെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെയും പൊന്നേച്ചനും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മ ലേബർ റൂമിൽ കയറുന്ന വരെ ഛർദ്ദിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇനി എനിക്ക് അങ്ങനെ ആവൂ എന്നുള്ളൊരു എന്താ വെച്ചാൽ നമുക്ക് അമ്മമാരുടെ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പം ഇനി അങ്ങനെ ആവൂ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടാ. ഉണ്ടാവൂ ഇല്ലാതെ മാറണമെന്ന് വിചാരിക്കാം. മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചു തുടങ്ങണ്ടേ. ഇപ്പം തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡായതുകൊണ്ട് അമ്മ ഇങ്ങനെ രാവിലെ ഉണ്ണികൾ സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴേക്കും കുറേ ഫുഡ് ഇങ്ങനെ മുട്ട പുഴുങ്ങിയതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും ഒക്കെ എടുത്ത് വെക്കിട്ടോ. പക്ഷേ എന്തെങ്കിലും ഒരു 2-3 സാധനങ്ങൾ കഴിക്കാന്നല്ലാണ്ട് എല്ലാം കഴിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. പിന്നെ വീട്ടിലത്തെ ഫുഡായതുകൊണ്ട് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പ്രഗ്നൻ്റ് അതിൻ്റെ ആദ്യമായിട്ട് ആഗ്രഹം തോന്നിയിട്ടാണ് അമ്മോട് ഇന്നലെ ഞാൻ പറഞ്ഞ തക്കാളി ചോറ് ഉണ്ടാക്കിയത്. അത് കഴിച്ചു. പക്ഷെ അത് കഴിച്ചാലും പിന്നെയും ഈ ഛർദ്ദിക്കാൻ വരലും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് ഒരു ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ ഒന്നും ആഗ്രഹമില്ല ഫുഡിനോട്.
ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഈ റീല് കാണുമ്പോൾ പ്രഗ്നന്റ് ആയ ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും. കുറച്ച് തടി വെച്ച് എന്നെ ഞാൻ കാണാതെ വിചാരിച്ചു. അത് നടക്കുന്നില്ല. ആഗ്രഹങ്ങളൊന്നുമില്ല. ഏട്ടൻ തടി വെക്കുന്നുണ്ട് കേട്ടാ, വേറെ ഒന്നുമില്ല. ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഏട്ടനും കഴിക്കണേ. നിനക്ക് ഞാൻ എന്തെങ്കിലും അറ്റ്മോസ്റ്റ് ഒരു നട്ട്സാ എന്തെങ്കിലും ഞാനാ കഴിക്കാൻ കൊടുത്തത്. ഉണ്ണികളെ ഏട്ടൻ്റെ അടുത്ത് കൊടുക്കണേ, എനിക്കല്ല. എന്താ എനിക്ക് തന്നിട്ട് കാര്യമില്ല, ഒക്കെ വേണ്ടാന്ന് പറയല്ലോ. ആ ഒരു ആഗ്രഹത്തിന് ചിലപ്പോൾ ലഡു പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ട് ലഡു വാങ്ങിച്ചോണ്ട് വരും. ഇവിടെ എത്തുമ്പോൾ ലഡു വേണ്ടാന്ന് പറയും. അപ്പോൾ 3-4 ലഡു ഇരിക്കുന്നുണ്ടല്ലോ. അതിപ്പോ സത്യം പറഞ്ഞ കുണുക്കം പറയണ്ട, ചേട്ടൻ പെട്ട് ഗർഭിണി ആയതുകൊണ്ട് എന്താഗ്രഹം പറഞ്ഞാലും വാങ്ങിക്കൊണ്ടുവരണം. പക്ഷെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ച് ഒന്നും വാങ്ങി കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ആകെ തക്കാളി ചോറാണ് ഇപ്പൊ ആഗ്രഹിച്ചൊന്നും കഴിച്ചത്. എന്നാലും ഞാൻ ഛർദി 2 ദിവസമായിട്ട് കുറവായോണ്ട് വെച്ചു ഇന്നലെ തൊട്ട് മാറുന്നു വെച്ചു. പിന്നെ ഇന്നലെ രാത്രി പിന്നെയും തുടങ്ങി. പിന്നെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക, പോയി കിടക്കുക. എന്റെ പരിപാടി അതാണ് കേട്ടോ. അതാ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഏച്ചിരിക്കുന്നതാണ്. ഒന്നൊരുങ്ങി എന്തൊക്കെ ഞാന് മേക്കപ്പ് ഒരുങ്ങണതൊക്കെ ലിപ്സ്റ്റിക് ഇടുന്ന തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു ഇതില്ല, കുളിക്കുക, ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ കിടക്കുക, അത്രേ ഉള്ളൂ. ഏട്ടന്റെ ചില നേരത്ത് വിഷമം തോന്നുന്നുണ്ട് എന്നെ കിടത്ത് കണ്ടിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അത് എനിക്കൊന്നും പറ്റില്ല. അത് വെച്ചാൽ വേറെ ഒന്നുമല്ല, സംതിങ് അമ്മമ്മ ഇങ്ങനെ ഇപ്പോൾ വർക്ക് നമ്മ പറയാമല്ലോ, ഈ വർക്ക് ഞാൻ എൻ്റെ ഒപ്പം കുഞ്ഞിനെ വരാറുണ്ട് വർക്കിനൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇതിൽ പോയി പെട്ടെന്ന് എപ്പോഴും ബിസി ഗൈസാണെന്നാ പറയാറ്. ഏത് നേരവും വർക്ക്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ട്രിപ്പ് പോകും. ഞങ്ങൾ അങ്ങനത്തെ ഒരു ആൾക്കാരായിരുന്നു. അങ്ങനത്തെ ഇതിന്ന് പെട്ടെന്നൊരു കാര്യം എനിക്ക് ഇടയ്ക്ക് ഇന്നലെ കുഞ്ഞിനോട് എനിക്ക് ഡിപ്രഷൻ വരണ്ടോ സംശയം. അതല്ല, ലൈഫ് ചേഞ്ച് ആയി. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതായത് ഫുള്ള് ഹാൻഡ്ലിങ് അതിലേക്ക്. പിന്നെ അത് മാത്രല്ല വേറെ ഒന്നല്ല, അല്ല ശരിയായിരിക്കും. ഇപ്പൊ ഇനിയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നോറും ഇപ്പൊ 7 മാസം കഴിയുമ്പോൾ വേറൊരു രീതി പോകും. അങ്ങനെ ഇപ്പൊ ബേബിയുടെ രീതിയിലേക്ക് പോകും. അപ്പൊ ലൈഫ് ഈസ് വെരി. പക്ഷെ ഞാൻ ഇപ്പൊ ഏട്ടൻ്റെ കൂടെ വർക്കിന് പോകാത്ത നോക്കണ്ട എന്താ വെച്ചാൽ യാത്ര ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞാൽ കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് പറ്റണോടത്തേക്കൊക്കെ ഞാൻ പോട്ടെ. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കണ്ടിരുന്ന സംഭവങ്ങളായിരുന്നു. പണ്ടത്തെ ട്രിപ്പിന്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇത് മൂന്നാറ്, ഇത് വയനാട്, ഇത് നെല്ലിയാമ്പതി, ഇത് അങ്ങനെ ഫുള്ള് ട്രിപ്പായി. നിനക്ക് കാണാമല്ലോ ട്രിപ്പ്. അപ്പൊ ഞാൻ വിഷമാവാണ്. അയ്യോ വിഷമെന്നല്ല പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ നാളിങ്ങനെ ഇരിക്കുമ്പോ ഞാനും ഏട്ടനോട് പറയും നമുക്ക് ഇനി ഇങ്ങനെ ട്രിപ്പ് പോവാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പ്ലാൻ ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞ് ഉണ്ണിയൊക്കെ ആയാലും ഞങ്ങള് ട്രിപ്പ് പോവും. അല്ല, ഉണ്ണി ആയാലും നമ്മളിപ്പൊ എല്ലാവരും നിറച്ചു കൂട്ടി വളർത്തുന്നില്ല. പറ്റണോടത്തേക്കൊക്കെ ഉണ്ണീനും കൊണ്ട് ട്രിപ്പൊക്കെ പോകും. എന്താ വെച്ചാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ് നല്ല സമയങ്ങള്. ഞാൻ പറയുന്നത് ബേബി ഗേൾ ഓർ ബോയ് അപ്പൊ ആരായാലും പറഞ്ഞ പോലെ ഈ പിടിച്ചു വെക്കണ്ട, ഇങ്ങനെ പറക്കട്ടെ. പിന്നെ എല്ലാത്തിനും കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുത്തിട്ട് വളർത്തണം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അറിയില്ല ഇപ്പോഴത്തെ ഒരു അല്ല, എനിക്കെന്തായാലും ഇപ്പൊ 30 ഇതിൽ കൂടുതൽ എനിക്ക് മെച്ചൂർഡായിട്ട് എന്താ അറിയില്ല. ഞാൻ എൻ്റെ ഒരു ഏജിൽ ബേസിൽ അല്ലേ ഞാൻ ഇപ്പോഴും ഡിസിഷൻ ആയിരിക്കുള്ളൂ തോന്നുന്നുണ്ട് ഇനിയുള്ള ഡിസിഷൻ. അതല്ല ഞങ്ങളിപ്പോ പറയുന്നത് വേറെ ഒന്നല്ല, ട്രിപ്പിന്റെയും കുറച്ചൊക്കെ കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ കുറച്ച് സമയങ്ങളിൽ പറ്റണ സമയങ്ങളിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകണട്ടാ. എന്നുവെച്ചാൽ അത് നമുക്ക് ഭയങ്കര ഞങ്ങൾക്ക് ടെൻഷൻസും കാര്യങ്ങളൊക്കെ മറന്നിരുന്ന ഒരു സമയമായിരുന്നു ട്രിപ്പും കാര്യങ്ങളൊക്കെ. അതാ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇനി ഉണ്ണി ഉണ്ടായാലും ഞങ്ങൾക്ക് പറ്റണോടത്തേക്കൊക്കെ ഞങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ പോവും. എന്താ വെച്ചാൽ അത് നമ്മുടെ ഉണ്ണിക്കായാലും ലൈഫിൽ പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേട്ടൻ്റെ കൂടെ വർക്കിന് പോയാലും അതൊക്കെ ഞാൻ സന്തോഷം കണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ഇനിയും പറ്റണ പോലെ ഞാൻ ചെയ്യും. അതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലൈഫ് കുറച്ച് ചേഞ്ചാ. വേറെ വീഡിയോസ് ഒക്കെ ഇടാം, ബേബി വരുമ്പോൾ ബേബിയുടെ പ്ലാനിങ് അതൊക്കെ ഒന്ന്. ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 4 മാസം കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊക്കെ ഒരു ആരോഗ്യം ഉണ്ടാവുന്നതാണ്. അതെ ഇപ്പൊ ഇങ്ങനെ ഇത് അല്ല നമുക്ക് ഇല്ല പ്ലാനുകളുണ്ട്. ഇപ്പൊ ബേബി വരുമ്പോ എങ്ങനെ ആയിരിക്കണം, അങ്ങനെ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ട് അല്ലേ. അത് വേറെ ഒന്നല്ല, ഇപ്പൊ ഞങ്ങള് രണ്ടാളും രാത്രി കിടക്കുമ്പോഴായാലും എപ്പൊ കിടക്കുമ്പോഴും ഞങ്ങള് രണ്ടാളും പ്ലാൻ ചെയ്യുന്നത് അടുത്ത് ബേബി വന്നിട്ടുള്ള കാര്യങ്ങളും ബേബിയുടെ പേരിനെ കുറിച്ചിട്ട് നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അതാണല്ലോ. നമ്മൾ എന്ത് പറഞ്ഞു വരുമ്പോഴും അത് പറയും. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയട്ടെ, എന്നെ സ്നേഹിച്ചിട്ട് കൂടുതൽ എന്നെ സ്നേഹിച്ചാൽ മതി, പിന്നെ ബേബിനെ സ്നേഹിച്ചാൽ മതി. അത് വേറെ ഒന്നല്ല, ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ് അല്ലേ. അത് നമ്മളെ കുഞ്ഞു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്.
അതിപ്പോ നമ്മുടെ ഹാപ്പിനെസ്. Yes. ഇപ്പൊ നമ്മൾ അതിലൊക്കെയാണ് സന്തോഷം കാണുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ട്രിപ്പിലൊക്കെ കാണണം, ട്രിപ്പൊക്കെ പോകണം. അതെ, ആൾക്കാർക്കാണെങ്കിൽ കുറ്റം പറയാൻ നേരമുള്ളൂ, കമന്റ് അതൊക്കെ പിന്നെ അടുത്തിട്ട് വിടാം. എന്തായാലും ഇങ്ങനത്തെ വീഡിയോ അതല്ല അടുത്ത വീഡിയോയിൽ എന്തായാലും എനിക്കൊരു കാര്യം പറയാണ്ട്. ഇത് അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അടുത്ത വീഡിയോയില് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്ന് വന്നൊരു കമന്റ് ആണ്. പക്ഷെ കുറേ നാളെ ഞാൻ പറയുന്നത് വെച്ചിട്ട് പറയാതെ ഇങ്ങനെ നീണ്ടു പോണു. അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോയില് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമയമില്ല, നേരെ കട്ട് ചെയ്യണം, നേരെ പോയി കിടക്കണം. പിന്നെ അത് മാത്രല്ല, ഇത് നമ്മുടെ സ്കാനിങ്ങിനെ കുറിച്ചിട്ടും നല്ല സന്തോഷം മാത്രം പറയാനുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യപ്പെടലും വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര അല്ലല്ലോ, നിർത്താം. അപ്പൊ അടുത്ത നല്ല വീഡിയോസ് ഒക്കെ വരും കേട്ടോ. ഇപ്പൊ ഞാൻ ഫുഡ്, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ഞാൻ ഡെയിലി കഴിക്കുന്ന ഫുഡുകളും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന്. അപ്പോൾ എല്ലാതും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരും അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ബൈ.